നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിധി ദിനത്തിലെ ഈ മണിക്കൂറുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത കേരളത്തെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി പിണറായി വിജയൻ നേതൃത്വം നൽകി 14ഓളം മന്ത്രിമാർ അല്ലെങ്കിൽ 13ഓളം മന്ത്രിമാർ ഇപ്പോൾ പിന്നിലാണ് എന്നുള്ളതാണ്. സർ, എങ്ങനെ കാണുന്നു? മുഖ്യമന്ത്രി പിന്നിൽ പോകുന്നു, അതും ധർമ്മടത്താണ്. കണ്ണൂർ ജില്ലയിലെ ഉരുക്കുകോട്ടയിലാണ് അദ്ദേഹം പിന്നിൽ പോകുന്നത്. അദ്ദേഹം ഏറെ നേരമായി ട്രയൽ ചെയ്യുകയുമാണ്. ഇതിനിടയിൽ വി ഡി സതീശനും പിന്നിലായിരുന്നു, പക്ഷേ അദ്ദേഹം ഇപ്പോൾ തിരിച്ചു റിക്കവർ ചെയ്തു. ഒരാശങ്ക ഉണ്ടാക്കിയത് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ പ്രതിപക്ഷവും ഒരേ സമയം തന്നെ പിന്നിലേക്ക് പോകുന്ന കാഴ്ച. രണ്ടുപേരും വനവാസത്തിന് പോകേണ്ട ഒരു സ്ഥിതിയിലേക്ക് പോകുന്നത് കണ്ടു. ഇപ്പം എന്തായാലും മുഖ്യമന്ത്രി കമണ്ഡലവും എടുത്ത് വനവാസത്തിന് പോകേണ്ട ഒരു അവസ്ഥയാണ്. മോഹൻലാലിന് കൊടുത്ത അഭിമുഖത്തിൽ അദ്ദേഹം അങ്ങനെയാണ് സന്യാസമാണ് കമ്മ്യൂണിസത്തിനോളം കഴിഞ്ഞാൽ പിന്നെ എനിക്കിഷ്ടമുള്ള കാര്യം. ഇപ്പം കമ്മ്യൂണിസം തീർന്നു. അദ്ദേഹം 50,123 വോട്ടിന് കഴിഞ്ഞ തവണ ജയിച്ച ധർമ്മടത്ത് ഇപ്പം ധർമ്മസങ്കടത്തിലാണ് എങ്ങോട്ട് പോകണമെന്നുള്ളത്. പിന്നിലായിരിക്കുന്നു റഷീദ്, അല്ലേ? എതിർ സ്ഥാനാർത്ഥി റഷീദ്. എം.വി. ഗോവിന്ദനെ വെള്ളം കുടിപ്പിച്ച അതേ റഷീദ് തന്നെ അദ്ദേഹത്തിനെ ഇവിടെ വെള്ളം കുടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു 1.5 അവിടെ ആകുമ്പോഴേ ഒരു തീരുമാനത്തിലെത്താൻ പറ്റുമെങ്കിലും മുഖ്യമന്ത്രി എന്ന് പറയുന്ന ആൾ ധർമ്മടം എന്ന് പറഞ്ഞാൽ മീൻ വെള്ളത്തിലെന്ന പോലെയാണ് ഇവിടെ അദ്ദേഹം. അങ്ങനെയുള്ള സ്ഥലത്ത് അദ്ദേഹത്തിനെ തളച്ചിട്ടിരിക്കുകയായിരുന്നു. കാരണം ധർമ്മടത്തു നിന്ന് അദ്ദേഹം മറ്റ് മണ്ഡലങ്ങളിലേക്ക് അധികം പ്രചാരണത്തിന് പോയിട്ടില്ല ഈ തവണ. എന്നിട്ടും ധർമ്മടത്തെ ജനങ്ങൾ ശക്തിയായിട്ട് അദ്ദേഹത്തിനോട് പ്രതികാരം ചെയ്തിരിക്കുകയാണ്. ഇതിൽ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഭരണവിരുദ്ധ വികാരം നമുക്കത് മനസ്സിലാക്കാം. പിണറായി വിരുദ്ധ വികാരം അതിന് മുകളിലായി ഉണ്ട് എന്നുള്ളതല്ലേ? കാരണം പാർട്ടിക്കകത്ത് തന്നെ പിണറായിക്കെതിരെ ഒരു നീക്കമുണ്ട് എന്നല്ലേ കണ്ണൂർ ജില്ലയിലെ ഈ ഒരു പിന്നിൽ പോക്ക് സൂചിപ്പിക്കുന്നത്? അതെ, തീർച്ചയായിട്ടും അതാണ് സൂചിപ്പിക്കുന്നത്. ഭരണവിരുദ്ധ വികാരമല്ല, പലരും പറയുന്നത് പോലെ പിണറായി വിരുദ്ധ വികാരമാണ് ഇതിനകത്ത് അലയടിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മൊത്തത്തിൽ കാണേണ്ട കാര്യം. അദ്ദേഹത്തിൻ്റെ ധാർഷ്ട്യം, സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ സദസ്സിൽ നിന്ന് ചോദിക്കുന്ന അതങ്ങ് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്നുള്ള പ്രയോഗം, അതുപോലെ പരമനാറി പ്രയോഗം, അത് പലതരത്തിൽ ബാധിക്കുന്നുണ്ട് അദ്ദേഹത്തിനെതിരായിട്ട്. അതുപോലെ തന്നെ നികൃഷ്ട ജീവി എന്നുള്ള പരാമർശം, അതുപോലെ ഡാഷ് മോനെ എന്നുള്ള വിളി, ഇതൊക്കെ ഒരു മുഖ്യമന്ത്രിക്ക് ചേർന്നതാണോ എന്ന് ജനങ്ങളൊന്ന് ചിന്തിച്ച് കാണണം. തന്നെയുമല്ല, അദ്ദേഹം അവസാന കാലത്ത് കൊണ്ടൊന്ന് PR നടത്തി, കമലഹാസനെ കൊണ്ടുവന്നിട്ട് ചെണ്ട കൊട്ടിക്കൊണ്ട് പ്രചാരണമൊക്കെ നടത്തി. അതിനേക്കാൾ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത് ജനങ്ങൾക്കിടയിലേക്ക് വെള്ളത്തിൽ മീനെന്ന പോലെ ഇഴുകിച്ചേരുന്ന ഒരു മുഖ്യമന്ത്രിയാണ്. അതിനു പകരം ജനങ്ങളിൽ നിന്ന് അകലാൻ വേണ്ടി 40 അകമ്പടി വാഹനങ്ങളുടെ അകലം സൂക്ഷിച്ചുകൊണ്ട് ഈ പാവപ്പെട്ട കേരളത്തിൻ്റെ വിരിമാറിലൂടെ സഞ്ചരിക്കുന്ന ഒരു പിണറായി വിജയനെ അല്ല, ജനങ്ങളുമായിട്ട് ഇഴയെടുപ്പം സൂക്ഷിക്കുന്ന ഒരാളിനെയാണ്. ധാർഷ്ട്യത്തോടുകൂടി പൊതുജനങ്ങളോട് പെരുമാറുന്ന ഒരാളിനെ അല്ല. ജനങ്ങളുടെ യജമാനന്മാരല്ല ജനപ്രതിനിധികൾ, മറിച്ച് ജനങ്ങളാണ് യജമാനന്മാർ. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നതാണ് സുപ്രീം കോടതിയെക്കാളിലും മുകളിലുള്ളത് അവരാണ് എന്നുള്ളൊരു ബോധം, ഒരു വിനയം അദ്ദേഹം ജീവനക്കാരോടൊക്കെ അത് പറയാറുണ്ട്. പക്ഷേ അദ്ദേഹം അത് സ്വജീവിതത്തിൽ കാണിച്ചിട്ടില്ല, അതിനുള്ള ശിക്ഷയാണ്. തന്നെയല്ല, അദ്ദേഹത്തിൻ്റെ മകളെയും മറ്റും മാസപ്പടി അഴിമതി കേസിൽ കൊണ്ടുവന്നതിൻ്റെ, അതുപോലെ തന്നെ ശബരിമലയിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരെ കൊണ്ട് തന്നെ പകൽക്കൊള്ള, തീവട്ടിക്കൊള്ള എന്ന് പറയും അച്യുതാനന്ദനായിരുന്നെങ്കിൽ, ആ തീവട്ടിക്കൊള്ള നടത്താൻ വേണ്ടിയിട്ടുള്ള അനുവാദം കൊടുത്തത്, എന്നിട്ട് അതിൽ നിന്ന് കടകംപള്ളിയെ SIT ഉപയോഗിച്ചുകൊണ്ട് സംരക്ഷിക്കാൻ നടത്തിയ ശ്രമം, ഇതെല്ലാം അതൊരു വലിയ വികാരം തന്നെയാണ്. ശബരിമലയിലെ വികാരം വലിയൊരു വികാരം. NSSൻ്റെ നേതാവ് G. സുകുമാരൻ നായർ പിണറായിയെ വിജയിപ്പിക്കാൻ പരമാവധി ശ്രമിച്ചു, പരാജയപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ സഭയിൽപ്പെട്ട ആളുകളിൽ ഭൂരിപക്ഷം തന്നെയാണ് അദ്ദേഹത്തിനെതിരായി BJPക്ക് വേണ്ടി വോട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് BJPക്ക് 5 സീറ്റുകൾ ഇപ്പോഴും ലീഡ് ചെയ്തുകൊണ്ടിരിക്കാൻ കഴിയുന്നത്. ജയിച്ചു എന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇതൊക്കെ നാരായണ പണിക്കർ പഠിക്കണം. എന്താണ് കേരളത്തിലെ നായന്മാർ ചിന്തിക്കുന്നത്? നായന്മാർ എന്ന് പറയുന്നത് ജാതീയമായിട്ട് ഞാൻ പറയല്ല, പ്രബലമായ ഒരു സമുദായം എങ്ങനെയാണ് ചിന്തിക്കുന്നത്? താങ്കൾ പറയുന്ന രീതിയിലല്ല അവർ ചിന്തിക്കുന്നത്. ആ വികാരം മനസ്സിലാക്കി വിനയപൂർവ്വം പെരുമാറാനുള്ള ഒരവസ്ഥ അദ്ദേഹത്തിനും ഉണ്ടാവണം, ഈ ജനങ്ങളുടെ വികാരം. അതുപോലെ തന്നെ വെള്ളാപ്പള്ളിയെ കൂട്ടുപിടിച്ചുകൊണ്ട് ആ ഒരു വിഭാഗത്തിൻ്റെ വോട്ട് നേടാമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു തന്ത്രവും വിജയം കണ്ടില്ല എന്ന് തോന്നുന്നു. PR ബ്ലിറ്റ്സ് ക്രീഗ് പോലെ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ടു നല്ല നാളുകളിൽ മാസ്റ്റ് ഹെഡിന് താഴെയായിട്ട് കൊടുത്ത ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങളും വളരെയൊന്നും എത്തിയിട്ടില്ല. അതിന് തിരിച്ചടി വാസ്തവത്തിൽ വെളിച്ചത്തിൻ്റെ ദേവൻ തന്നെ നൽകിയിട്ടുണ്ട്. കാരണം പവർ കട്ട് എന്ന് പറയുന്നത് വേണ്ടി വന്നിട്ടുണ്ട്. അദ്ദേഹം ഞങ്ങളുടെ കാലത്ത് പവർ കട്ടില്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചുകൊണ്ട് നടത്തിയ പരസ്യങ്ങൾ, അതിലാദ്യം അദ്ദേഹം വാർത്തയായിട്ട് കൊടുത്തിരുന്നത് കേരളത്തിൽ പവർ കട്ട്, 2 മണിക്കൂർ ലോഡ് ഷെഡിങ്
എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിരുന്നതുണ്ടല്ലോ. ആളുകൾ ഭയന്നുപോയി കേരളത്തിൽ വന്ന്. ഉമ്മൻചാണ്ടിയുടെ കാലത്തെ പരിഹസിച്ചുകൊണ്ടുള്ള ആ പരസ്യത്തിന് എനിക്ക് തോന്നുന്നു ഉമ്മൻചാണ്ടിയുടെ ആത്മാവ് തന്നെ പകരം ചോദിച്ചിരിക്കുന്നു. നമ്മളിപ്പോൾ ഈ സമയത്ത് 2 മണിക്കൂറല്ല, വൈകുന്നേരം 6 മുതൽ 12 വരെയുള്ള സമയം 6 മണിക്കൂർ നേരം കേരളത്തിൽ ലോഡ് ഷെഡിംഗ് ആണ്, ഒരിടത്തല്ലെങ്കിൽ മറ്റൊരിടത്ത്. അതിലേക്ക് അവർക്ക് പോകേണ്ടി വന്നില്ലേ? അതിന് ഡ്രിപ്പായതാണെന്നൊക്കെ പറഞ്ഞ് സാങ്കേതിക പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ടായില്ല, ഇരുട്ടാണ്. അപ്പോൾ ആ ഇരുട്ടിൻ്റെ ശക്തികൾക്കെതിരെ കേരളം നടത്തിയ ഒരു പ്രതികരണമാണ് പിണറായി വിജയനെ പിന്നോട്ടടിച്ചത്. അദ്ദേഹം വിജയിക്കുമെന്നുള്ള ഒരു ലാംഗ്വേജ് വരുത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. അതുപോലെ തന്നെ എന്താണ് നവകേരള യാത്ര എന്നും പറഞ്ഞ് നടത്തിയ ആ അനാവശ്യമായിട്ടുള്ള ധൂർത്തടി, അതുപോലെ തന്നെ ലോക കേരള സഭ എന്ന് പറയുന്ന ധൂർത്തടി പുട്ടടി, ഇതുപോലെ തന്നെ കിഫ്ബി, അതുവഴി ആയിരക്കണക്കിന് ആളുകൾക്ക് അവരുടെ പാർട്ടിക്കാർക്ക് തൊഴിൽ കൊടുക്കുക, മറ്റുള്ളവരെക്കുറിച്ചൊന്നും അന്വേഷിക്കാതിരിക്കുക, അതുപോലെ തന്നെ PSC അംഗങ്ങളുടെ ശമ്പളം ജില്ലാ ജഡ്ജിമാരുടേതിന് തുല്യമാക്കി മാറ്റിയത്, പേഴ്സണൽ സ്റ്റാഫിനെ അനധികൃതമായിട്ട് അനാവശ്യമായിട്ട് 30-ലധികം പേരെയൊക്കെ വെച്ചുകൊണ്ട് അവർക്കെല്ലാം പെൻഷൻ കൊടുക്കാൻ പാർട്ടിക്കാരാണതെല്ലാം. ആ വിധത്തിലുള്ള തോന്നിയാസങ്ങൾ ആശാവർക്കർമാരെ അവഹേളിച്ചുകൊണ്ട് അതേ സമയത്ത് തന്നെയാണ് PSCയിൽ പാർട്ടിക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ശമ്പളം കൂട്ടിക്കൊടുത്തത്. ഈ വക കാര്യങ്ങളെല്ലാം തന്നെ വലിയ തോതിൽ ജനങ്ങളെ ബാധിച്ചിട്ടുണ്ട്. അവസാനം കൊണ്ടുവന്നൊരു അവർക്കൊരു ഫ്രീ ബീസൊക്കെ കൊടുക്കാനുള്ള ശ്രമം നടത്തി ഒന്നും ഫലിച്ചിട്ടില്ല എന്ന് വേണം നമ്മൾ കരുതാൻ. അതുപോലെ അവർ നിർമ്മിച്ച് നൽകിയ വീടുകൾ നന്നായിട്ട് നൽകി കൊടുക്കണ്ടേ ജനങ്ങൾക്ക്? ഒരു ദുരന്തം വീണ്ടും ഉണ്ടാകത്തക്ക തരത്തിലുള്ള വിള്ളലുകളോട് കൂടിയ വീടുകൾ കൊടുത്തു. ഇതെല്ലാം ജനങ്ങളെ വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് കാണിക്കുന്നത്. പിന്നെ അഹങ്കാരം കാണിച്ചാൽ ഏത് വലിയ ആളായാലും ജനങ്ങൾ തിരിച്ചടി കൊടുക്കും. ആ അഹങ്കാരത്തിനേറ്റ തിരിച്ചടിയാണ് ധാർഷ്ട്യം. LDF അല്ലെങ്കിൽ മറ്റാര്, എന്തു ജനാധിപത്യത്തെ ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ചോദ്യമാണ്. ഞാനല്ലെങ്കിൽ മറ്റാരുമില്ല, എനിക്ക് ശേഷം പ്രളയം എന്നൊക്കെ പറയുന്നത് എന്തൊരു തരത്തിലുള്ള ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ളൊരു ബോധമാണ്. അപ്പോൾ അതെല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു സമ്മിശ്രവും സങ്കീർണവുമായിട്ടുള്ള ഒരു വികാരത്തിൻ്റെ പ്രതിഫലനമാണ് ഈ ഫലങ്ങളിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഈ മന്ത്രിമാർ വൻതോതിൽ ഇപ്പോൾ പരാജയപ്പെടാൻ പോവുകയാണ്. ധർമ്മടത്ത് തീരെ അപ്രസക്തനായ ഒരു സ്ഥാനാർത്ഥി MV ഗോവിന്ദനെ കഴിഞ്ഞ പ്രാവശ്യം വെള്ളം കുടിപ്പിച്ചു എന്ന് ഒഴിച്ചാൽ പിണറായി വിജയനേക്കാൾ എത്രയോ പേര് കേൾക്കാത്തവർ, ഫോട്ടോ ഇട്ടാൽ പോലും തിരിച്ചറിയാത്ത ഒരാൾ അവിടെ ചെന്ന് അദ്ദേഹത്തിനെ തോൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്തൊരു നാണക്കേട്. അത് കണ്ണൂരിൻ്റെ മണ്ണിലിട്ട് അദ്ദേഹത്തിനെ തോൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇതിൽ പരം ഒരു നാണക്കേട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇനി വരാനില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണികൂടി ഈ തെരഞ്ഞെടുപ്പ് പ്രത്യേകിച്ചും ധർമ്മടത്തെ ഫലം സൃഷ്ടിക്കുമെന്ന് വേണം നമുക്ക് കരുതാൻ. അപ്പോൾ ഒരുപാട് താൻ ചെയ്ത ഇനിയും ആ ശബരിമല കൊള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ SITയെ തൻ്റെ പാർട്ടിക്കാരെ കുറ്റവിമുക്തരാക്കി പുറത്തേക്ക് വിടാൻ വേണ്ടി കാണിച്ച ആ രീതി, അഴിമതി, ധാരാളമായിട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള അഴിമതി, എക്സാലോജിക്കിൻ്റെ കാര്യത്തിൽ പറഞ്ഞിട്ടുള്ള കള്ളങ്ങൾ, ഭാര്യയുടെ പെൻഷൻ ബെനിഫിറ്റ് ഉപയോഗിച്ചാണ് നടത്തിയെന്ന് പറഞ്ഞ പച്ചക്കള്ളം, നീ എന്തെങ്കിലും പോയി ഒരു ബിസിനസ് കൊടുക്കുന്നത്, ഇന്ന് ആരെങ്കിലും നമ്മളെ വിഡ്ഢികളാക്കുകയല്ലേ? എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമാണ് ബിസിനസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ. ഒരു കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഉടനെ ബിസിനസ് ചെയ്യാൻ പറ്റുമോ ആർക്കെങ്കിലും? ഒരു ഐഡിയ ഇല്ല. അതാ എൻ്റെ പൈസ, നീ എന്തെങ്കിലും ബിസിനസ് ചെയ്യും, അങ്ങനെ ആരെങ്കിലും പറയുമോ? ഇതിന് ഒരു പ്രോജക്റ്റ് വേണ്ടി, ഒരു പ്ലാൻ വേണ്ടി, ബിസിനസ്സിനൊരു നാക്ക് വേണ്ടി. അങ്ങനെ എല്ലാവരും ചെയ്താലൊന്നും ബിസിനസ് വിജയിക്കത്തില്ല. അതിനൊരു നാക്ക് വേണം, അതിനൊരു കഴിവ് വേണം. ആ കഴിവുള്ളവർക്ക് വിജയിപ്പിക്കാൻ പെൻഷൻ കിട്ടിയ ആനുകൂല്യം എല്ലാം കൂടെ കൊടുത്തു. ഇത് ശുദ്ധ കള്ളമാണെന്ന് എല്ലാവർക്കും ബോധ്യമാവുന്ന കാര്യമല്ലേ? എൻ്റെ കൈകൾ ശുദ്ധമാണെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അതാണ് അഴിമതി. അങ്ങനെയുള്ള അഴിമതിയുടെ ആ ഒരു ജീർണത അദ്ദേഹത്തിനെ ബാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പാർട്ടിയിൽ എല്ലാവരെയും വെട്ടി അരിഞ്ഞിട്ടുകൊണ്ട് അദ്ദേഹം VSന് നേരെ നേടിയ, അതുപോലെ തന്നെ G സുധാകരനോട് കാണിച്ച മര്യാദകേട്, തൊട്ടടുത്തുള്ള 2 പാലങ്ങൾ ഉദ്ഘാടനം ചെയ്തപ്പോഴും ഈ വലിയ സഖാവിനെ, അഴിമതിയുടെ കറ പുരളാത്ത ഈ സഖാവിനെ, അദ്ദേഹത്തിന് വേണ്ടി VSന് എതിരെ പോലും ഫൈറ്റ് ചെയ്ത ആ സഖാവിനെ ഒന്ന് കാണാനുള്ള മര്യാദ കാണിക്കാത്തത്. അതുപോലെ തന്നെ ശൈലജ ടീച്ചർ തനിക്കൊരു ബദലായിട്ട് ഉയർന്നു വരുമെന്നുള്ള ഭീതി കൊണ്ട് ജനപ്രതിയിൽ അവരായിരുന്നു മുമ്പിൽ സർവേ അനുസരിച്ച്. അവർ മട്ടന്നൂരിൽ സ്ഥാനാർത്ഥിത്വം വേണമെന്നാവശ്യപ്പെട്ടപ്പോൾ പേരാവൂരിലിട്ട് തോൽപ്പിക്കുന്നത്. ഈ ദുഷ്ടതകളൊക്കെ പിന്നെ മരുമകനിസം എന്ന് നമ്മൾ പറയുമ്പോഴും മരുമകൻ അങ്ങ് ജയിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. PV അൻവർ അവിടെ തോൽക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്ന ചിത്രം. പക്ഷേ മരുമകനിസം നടപ്പാക്കിയതാരാ? അദ്ദേഹം അമ്മായിയപ്പൻ തന്നെയാണ്. ദേശീയപാതയ്ക്ക് വേണ്ടി ഉദ്ഘാടനം മോദി അവിടെ നടത്തുമ്പോൾ അതിന് പാരലായിട്ട്
അമ്മായിയപ്പനും മരുമകനും കൂടെ അവിടെ പ്രകടനം നടത്തിയത് ഈ വൃത്തികേടെല്ലാം മരുമകനെ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരുന്ന മരുമകനിസം. ഇതേ മരുമകനിസത്തിനുള്ള ശിക്ഷയാണ് ബംഗാളിൽ പിന്നെ മമതാ ബാനർജി കിട്ടിയത്. തൻ്റെ മരുമകനായ വേറൊരു തരത്തിലുള്ള മരുമകനാണ്, മകളുടെ ഭർത്താവല്ല, മറിച്ച് അനന്തരവനാണ്. ആ അഭിഷേക് ബാനർജിയെ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരാൻ നടത്തിയ ശ്രമം തൻ്റെ പിൻഗാമിയായിട്ട് അടിച്ച് നിരപ്പാക്കിയില്ലേ? അതുപോലെ തന്നെയാണ് ഉദയനിധി സ്റ്റാലിനെ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവിടെ സ്റ്റാലിൻ ശ്രമിച്ചപ്പോൾ അടിച്ച് ഇരുത്തി കൊടുത്തില്ലേ, 3-ാം സ്ഥാനത്തേക്ക് പോയില്ലേ, നാണം കെട്ടില്ലേ? അപ്പോൾ 2 സ്റ്റാലിന്മാരും അമ്പേ പരാജയപ്പെട്ടിരിക്കുന്നു. ഇവിടുത്തെ സ്റ്റാലിൻ സ്വന്തം മണ്ഡലത്തിലും പരാജയപ്പെട്ട് സത്യം പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പിണമാക്കിയിരിക്കുന്നു പിണറായി. ഈ മന്ത്രിമാരുടെ പരാജയം, 12 മന്ത്രിമാർ പിന്നിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ പരാജയത്തിലേക്ക് എത്തിയിട്ടില്ല എങ്കിലും പിന്നിലാണ്. KV ഗണേഷ് കുമാർ അടക്കം പിന്നിലാണ്. ബാലഗോപാൽ, അദ്ദേഹം വലിയ വിവാദങ്ങളൊന്നും ഉണ്ടാക്കാത്തൊരു മന്ത്രിയാണ്, എന്നിട്ട് പോലും അദ്ദേഹം പിന്നിൽ പോകുന്നു. അപ്പോൾ ഇത് പൊതുവിൽ സർക്കാരിനെതിരെ ഒരു വലിയ വികാരം, നമ്മൾ ഈ എക്സിറ്റ് പോളുകളിലൊന്നും കാണാത്തൊരു വികാരം ഉണ്ടായിരുന്നു എന്നല്ലേ അനുമാനിക്കേണ്ടത്? ബാലകൃഷ്ണപിള്ളയെ അവിടെ ഐഷ പോറ്റി തോൽപ്പിച്ചത് 40,000-അധികം വോട്ടില്ല ആദ്യത്തെ പ്രായം. അവരെ വളർത്തി അടിച്ചു കളഞ്ഞു ബാലകൃഷ്ണപിള്ളയെ. വലിയൊരു അത്ഭുതമാണ്. കൊട്ടറകാല ബാലകൃഷ്ണൻ പണ്ട് ബാലകൃഷ്ണപിള്ളയെ അത്രയൊന്നും വോട്ടിന് തോൽപ്പിച്ചില്ല. ഐഷ പോറ്റി ഒരു അത്ഭുതം കാണിച്ചു. ഐഷ പോറ്റിയെയും അവഗണിച്ചു എന്നേ. പിണറായിയെ മണി അടിക്കുന്ന വീണ ജോർജിനെ പോലുള്ള മന്ത്രിമാരെയാണ് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നത്. പിണറായി ഞങ്ങളുടെ ക്യാപ്റ്റൻ, ഈ കപ്പൽ ഉലയുകയില്ല, ഇപ്പോൾ ഉലഞ്ഞു മുങ്ങിയല്ലോ, തകർന്ന് തരിപ്പണമായല്ലോ. വീണ ജോർജും അവിടെ തകർന്ന് തരിപ്പണമായല്ലോ. അതെ. വേറെ ആൺപിള്ളേരെ അവിടെ ജയിപ്പിച്ചില്ലേ? നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ ഈ തള്ള് എല്ലാം തീർന്നില്ലേ അവിടെ? ഇത്രയേ ഉള്ളൂ, ജനങ്ങളാണ് ഇതൊക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ധാർഷ്ട്യത്തോടു കൂടിയുള്ള ഭരണം നടത്തിയതുകൊണ്ട് ആ മന്ത്രിസഭയിലെ എല്ലാ ആളുകളും ജനപ്രീതിക്ക് എതിരായിരുന്നു, ജനവിരോധം ഏറ്റുവാങ്ങി. കാരണം അദ്ദേഹം തന്നെയാണല്ലോ പറഞ്ഞത്, പിണറായി തന്നെയാണ് പറഞ്ഞത്, പാവി ശിവനെ തൊട്ടാൽ ശിവനും ഭാവിയാകും. അപ്പോൾ കൂട്ടുത്തരവാദിത്വമാണ് മന്ത്രിസഭയ്ക്ക്. ആ മന്ത്രിസഭയിലെ എല്ലാവരെയും ജനങ്ങൾ വെറുത്തു. സിവിൽ സപ്ലൈസ് ഏറ്റവും മോശമായ വിധത്തിലാണ് കൈകാര്യം ചെയ്തത്. ആഭ്യന്തരം ഏറ്റവും മോശമായ വിധത്തിൽ. അതാണ് ധർമ്മടത്ത് ശിക്ഷ കൊടുത്തത്. പിന്നെ ഏത് മന്ത്രിയാണ് ചൊവ്വേ നേരെ ഭരിച്ചിട്ടുള്ളത് ഇവിടെ? കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാർ നന്നായിട്ട് ഭരിക്കുകയായിരുന്നു. ഈ പ്രാവശ്യം കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാർ പോലും പരാജയപ്പെട്ടു. നമ്മളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്ന മന്ത്രി രാജനിലാണ്, റവന്യൂ മന്ത്രി അല്ലേ? പക്ഷേ അദ്ദേഹം വെച്ചു കൊടുത്ത വീടുകളിൽ പോയിട്ട് ഇത് വിള്ളലല്ല എന്ന് പറഞ്ഞു പെര ചോരുന്ന രീതിയിൽ ഇതിൻ്റെ പൊട്ടൽ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ചങ്ക പൊട്ടുന്നത്. നമ്മളൊരു വീട് വെച്ചാൽ ഇവിടെ ഇതുപോലുള്ള പൊട്ടൽ കണ്ടാൽ നമ്മുടെ ചങ്കല്ലേ പൊട്ടുന്നത്. കാരണം എന്താണ്? വെള്ളമെല്ലാം അവിടെ തങ്ങി ഇങ്ങോട്ട് താഴോട്ട് സ്കലിക്കും. അത് വലിയ കെട്ടണം പിന്നെ താമസിയാതെ ബൊംബെയിലൊക്കെ ഫ്ലാറ്റുകൾ താർന്ന് വീഴുന്ന പോലെ വീഴും. മനസ്സിലായില്ലേ? അടിത്തറ ബലമില്ലാത്തതാണെന്ന് അതിൻ്റെ അർത്ഥം. അടിത്തറ എന്ന് പറഞ്ഞാൽ ആ സിമെൻറ്റും കോൺക്രീറ്റും ശരിയായ അനുപാതത്തിലല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സാധാരണക്കാർ, വലിയ എഞ്ചിനീയർമാരൊന്നും അല്ലാത്തവർ അല്ലേ? വേണ്ടത്ര സിമെൻറ്റ് ചേർത്തിട്ടില്ല, കമ്പി ചേർത്തില്ല, അഴിമതി നടന്നു എന്ന് അതിൻ്റെ അർത്ഥം. ഊരാളുങ്കലാണ് അഴിമതി നടത്തിയെന്ന്. ഊരാളുങ്കൽ CPM ആയിട്ട് ബന്ധമുള്ള ഒന്നാണ്. കോൺട്രാക്റ്റ് പോലും കൊടുക്കാതെ അവർക്ക് കൊടുത്തു. പിന്നെ ഇവിടെ ഒരു KM എബ്രഹാം എന്ന് പറഞ്ഞുകൊണ്ട് ഭൂലോക കള്ളനാണ്, അഴിമതിയുടെ രാജാവാണ്. IAS ആയിരുന്ന കാലത്ത് ബാംഗ്ലൂരിൽ കാപ്പിത്തോട്ടങ്ങളും വസ്തുവൊക്കെ വാങ്ങിച്ചു കൂട്ടിയൊരു മനുഷ്യനാണ്. ആ KM എബ്രഹാമാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്നത്, മുഖ്യമന്ത്രിക്ക് മുകളിലിരുന്നുകൊണ്ട്. ഇത് പറയുന്ന IASകാരായിട്ടുള്ള ഗവൺമെൻറ് സെക്രട്ടറിമാർ തന്നെയാണ്. പറഞ്ഞിരിക്കുന്ന ആരാ? നമ്മുടെ ഇപ്പോൾ സസ്പെൻഷനിലായ അശോക് എന്ന് പറയുന്ന അല്ലേ? പറഞ്ഞിട്ടുണ്ട്, സഹിക്കാൻ വയ്യാതെ. ഇയാൾ കള്ളനാണ്, ഭൂലോക കള്ളൻ. അയാളെയാണ് കിഫ്ബിയുടെ താർക്കോൽ കൊടുത്ത് വെച്ചിരിക്കുന്നത്. ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം കൊടുക്കുന്ന ഈ KM എബ്രഹാം. ഇയാൾക്ക് എന്താ അധികാരം? റിട്ടയർമെൻറ്റ് സൂപ്പറാനുവേഷൻ കഴിഞ്ഞ് പോകുന്ന IASകാരെ പിടിച്ചു വെച്ച് ഭരിപ്പിക്കേണ്ട കാര്യം എന്താ? അതുപോലെയാണ് ജയകുമാർ. IAS കഴിഞ്ഞ് വീട്ടിലിരുന്ന് വിശ്രമിക്കാൻ കൊടുക്കുന്ന സമയം അവിടെ പിടിച്ചു വെച്ച് ശബരിമല അല്ല, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അധ്യക്ഷ സ്ഥാനം കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ റിട്ടയർ ചെയ്യാത്ത IASകാർക്കുള്ളതാണ് IMGയുടെ ഡയറക്ടർ സ്ഥാനം, അത് കൊടുത്തു. ഇതൊക്കെ അഴിമതിയല്ലേ? തോന്നിയാസമല്ലേ ഇത് കാണിക്കുന്നത്? അപ്പോൾ IASകാർക്ക് ഒരു നാണം തോന്നണ്ടേ? ഞാൻ റിട്ടയർ ചെയ്യാൻ വിശ്രമത്തിനുള്ള സമയം വിശ്രമിക്കണമെന്ന്, കിട്ടുന്ന ഇങ്ങ് പോരട്ടെ എന്ന് പറഞ്ഞ് പിന്നെയും വാങ്ങിച്ചു കൂട്ടുകയാണ്. നാണമില്ലേ IASകാർക്ക്? അപ്പോൾ അതിനൊക്കെ കിട്ടിയ ഈ IASകാരുടെ അതുപോലെ തന്നെ റിട്ടയർഡ് ജഡ്ജിമാരുടെ ഒക്കെ ദുരുപയോഗം. അങ്ങനെയല്ല നമ്മുടെ ലോകായുക്ത, നമ്മൾ മറന്നുപോയി കാണും എല്ലാവരും. ലോകായുക്ത ഇദ്ദേഹത്തിൻ്റെ അഴിമതിക്ക് കൂട്ടുനിൽക്കാനുള്ള ഒന്നാക്കി മാറ്റി. എങ്ങനെ? തനിക്ക് പ്രിയരായിട്ടുള്ള ജഡ്ജിമാരെ അതിൻ്റെ തലപ്പത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് എന്ന് പറഞ്ഞാൽ അഴിമതിക്ക് കഞ്ഞി വെച്ച് കൊടുക്കുന്നവരായിട്ട് ലോകായുക്തനെ മാറ്റി. ആ ഉത്തരവിന് കുറച്ച് ദിവസം മുന്നെയാണ് ജഡ്ജിമാരെ വിളിച്ച് പാർട്ടി കൊടുത്തത്. ഇതെല്ലാം അഴിമതിയാണെന്ന് ജനങ്ങൾ കോമൺ സെൻസ് ഉണ്ടേ ജനങ്ങൾക്ക്, പിണറായിക്ക് മാത്രമല്ല. അത് കമ്മ്യൂണിസം അല്ല, ഇത് അഴിമതിയാണ്, ജീർണതയാണ്, ഡെക്കേഡൻസ് ഓഫ് കമ്മ്യൂണിസം. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെയാണ് കമ്മ്യൂണിസത്തിനെ അദ്ദേഹം തളർത്തി എന്നുള്ളത്. അതുപോലെ കമ്മ്യൂണലിസത്തെ വളർത്തി.
ഇതുകൊണ്ടാണ് തിരിച്ചടി കിട്ടിയത്. ഹിന്ദു വിരോധം നന്നായിട്ടുണ്ടായിരുന്ന ഒരാളാണ് അദ്ദേഹം. ഒരു സംശയമില്ല. അതൊക്കെ കൊണ്ടാണ് ഇദ്ദേഹത്തിന് ഇത്രമാത്രം ശക്തമായിട്ടുള്ള ഒരു തിരിച്ചടി കിട്ടിയതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും മന്ത്രിമാർ പിന്നിലാണ്, തൽക്കാലത്തേക്കാണോ എന്നറിയില്ല, പിണറായി വിജയനും പിന്നിലാണ്. ഇത് ശക്തമായ ഒരു സൂചന നൽകുന്നുണ്ട് എന്നുള്ളതാണ് ഈ മണിക്കൂറുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം.